മുതിർന്ന മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനുമായ ശ്രീ എൻ ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഈ സണ്ണി ജോസഫ് അടക്കമുള്ളവർക്ക്, ആൻ്റോ ആൻ്റണി അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കാത്തതിലുള്ള അതൃപ്തിയുണ്ട്. ഇപ്പോൾ ദില്ലിയിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് അവരെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സിനാരിയോയെ കാണേണ്ടത്? അല്ല, സണ്ണി ജോസഫിന് അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൊന്നും കണ്ടില്ല. ഇനിയിപ്പോ അതൃപ്തി ഉണ്ടോ എന്നുള്ളത് ആരോടെങ്കിലും പറഞ്ഞോ എന്നുള്ളത് നമുക്ക് അറിയുകയുമില്ല. അദ്ദേഹം പറഞ്ഞത് പ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്നാണ്. അതിൽ ഉള്ളടങ്ങിയിട്ടില്ലേ? അല്ല, ഒരു KPCC പ്രസിഡന്റ് പരസ്യമായി പറയുന്നതിൽ പരിമിതിയില്ലേ? പ്രവർത്തകർ എന്ന് വെച്ചാൽ കോൺഗ്രസിലും ഏത് പാർട്ടിയിലാണെങ്കിലും എല്ലാവരും പ്രവർത്തകരെന്നാണ് സ്വയം പറയുക. നേതാക്കളെന്നും അതുപോലെ അനുയായികളെന്നൊക്കെ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. എല്ലാ പാർട്ടികളിലെയും ഫ്രം മുകൾ തട്ട് തൊട്ട് താഴെ തട്ട് വരെ പ്രവർത്തകൻ തന്നെയാണ് സ്വയം പറയുക. അപ്പൊ അതോടൊപ്പം ഇപ്പൊ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒന്നും സംഭവിക്കില്ലെങ്കിലും ആളുകൾക്ക് അസംതൃപ്തി ഉണ്ടാകുമല്ലോ. അതിപ്പോ രാഷ്ട്രീയത്തിലും നേതൃതലത്തിലുള്ളവർക്ക് അവരുടെ പല കാര്യങ്ങളിലും എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കപ്പെട്ടില്ലെങ്കിൽ അതിനോട് എതിർപ്പ് കാണും. അത് കോൺഗ്രസിൽ മാത്രമല്ലല്ലോ, ഏത് പാർട്ടിയിലും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞപ്പം നമ്മുടെ പത്തനംതിട്ടയിലത്തെ നമ്മളുടെ നേതാവിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം രാജിവെക്കാൻ പോകുന്നൊക്കെയല്ലേ പത്രങ്ങളിലൊക്കെ വന്ന് പിന്നീട് അതങ്ങ് മാറിപ്പോയി. അപ്പൊ അതുപോലെ ആന്റോ ആന്റണി പത്തനംതിട്ടയിലെ ഏതോ ചരമ ചടങ്ങിൽ പങ്കെടുത്തു, അതുകൊണ്ടാണ് എത്താനാകാതിരുന്നതെന്നൊക്കെ സണ്ണി ജോസഫ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടെന്ന്. അതെ, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ. അതായത് സണ്ണി ജോസഫിന് എതിരായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതിന്റെ എതിർപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഞാൻ പത്തനംതിട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പത്മകുമാറിന്റെ പേരെന്റെ മനസ്സിൽ ഓർമ്മ വന്നെന്ന് മാത്രം. അപ്പൊ അത് ഉദ്ദേശിക്കുന്നതിൽ അജിംഷാദാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതൊന്നും എത്തില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന്. ഏത് പാർട്ടിയിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? ഇപ്പൊ കോൺഗ്രസില് ഈ പുനഃസംഘടനയുടെ കാര്യത്തിൽ എതിർപ്പുള്ളവരുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയായിരിക്കും. പക്ഷെ ആ എതിർപ്പ് പഴയ കാലത്തെ പോലെ ഒരു പരസ്യമായ ഒരു വിരുപ്പിലക്കിലേക്കൊന്നും പോയില്ല. ഇന്നലത്തെ തന്നെ ആ യോഗത്തിലെ ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിലെ വാർത്തകൾ അതാണല്ലോ. കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായമുണ്ട്, അതുപോലെ നമ്മളുടെ ഒരു ദളിത് വിഭാഗത്തെ പ്രതികരിക്കുന്ന KPCC പ്രസിഡന്റ് വന്നിട്ടില്ല, 37 പേരുടെ ചിത്രങ്ങൾ നോക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ച, ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏതൊക്കെ തരത്തിലാണ് കാണേണ്ടത് ശ്രീ? അല്ല, അതാ പറഞ്ഞത്, അതെ, കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ പറയുമ്പോൾ അത് സത്യമാണല്ലോ അത്. പക്ഷെ അപ്പൊ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, പാർലമെന്ററി തലത്തില് എത്രത്തോളം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ വന്നു എന്നുള്ളതുകൂടി ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് തന്നെ എത്ര കാലമായി പാർലമെന്ററി തലത്തിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം, തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. KR നാരായണൻ കേരളത്തിൽ നിന്നല്ലേ വന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അവിടെ അപ്പൊ മറുഭാഗം ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ ചോദിച്ച പോലെ ഡൽഹിയിൽ പോകുന്നത് AICCയുടെ നേതാക്കളെ കാണാൻ പോകുന്നത്, KPCC നേതൃതലത്തിൽ മാറ്റം വന്നാൽ കേന്ദ്ര നേതാക്കളുമായിട്ട് ചർച്ച സാധാരണ നടക്കാറുണ്ട്. അതായത് KPCCയുടെ മാത്രമല്ല, ജില്ലകളിലത്തെ പുനഃസംഘടന കൂടി അതിൽ വരുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക. താഴെത്തട്ടിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാകും, അഴിച്ചുപണി ഉണ്ടാകുമെന്ന് സണ്ണി ജോസഫ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ എൻ ശ്രീകുമാർ.